ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീരാഗിന്റെ കൂടെ ഒരാളെയും കൂടി ഞാൻ വിളിക്കട്ടെ. ആരായിരിക്കും? ഒരിക്കലും കാണിച്ചോളൂ കാണിക്കില്ല, കാരണം ഞാൻ ഈ സീസണിലെ ഫസ്റ്റ് എന്നെ പണി തന്ന ആളാണ്. ഹേ ഗായ്സ്, ഞാനിതൊരു പ്രോഗ്രാം കാണാൻ വന്നേക്കാട്ടോ. നമ്മുടെ തൃശ്ശൂർ TCV ടവറിൻ്റെ ഉദ്ഘാടനം പ്രമാണിച്ച് നടക്കുന്ന ഒരു മെഗാ ഷോ ആട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസും ഏഷ്യാനെറ്റും കേരള വിഷനും ഒക്കെ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാംസാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും കഴിഞ്ഞ സീസണിലെ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റൻസും ഏഷ്യാനെറ്റിലെ സീരിയൽസിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെനീഷ ആയിരുന്നു കേട്ടോ അവിടെ ആങ്കർ ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇവരൊക്കെ കാണാൻ പറ്റുമല്ലോ, അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ പരിപാടി കാണാൻ പോയത്. ദെൻ ഇത് ഞാൻ കുറേ കാണാൻ ആഗ്രഹിച്ച സർഗു വിജയരാജൻ സാറാട്ടോ, അതായത് നമ്മുടെ ബിഗ് ബോസിൻ്റെയും നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെയും ഒക്കെ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ പറ്റി. എനിക്ക് വലിയൊരു താങ്ക് യു പറയണം, കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കോൺട്രിബ്യൂട്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഷോയാണ്. അവർക്ക് മാത്രമേ പാസ് കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഷോ കാണാൻ പറ്റിയത് ഈ സർഗോ സാറ് കാരണമാട്ടോ. ഇവരെ ആരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം മാത്രമല്ല, ഇവരിപ്പം മലയാളിയുടെ സ്വന്തമാണ്, മലയാള സിനിമയുടെ സ്വന്തമാണ്. കാരണം ഇവരെല്ലാവരും ഒന്നിലധികം സിനിമയിൽ പ്ലേ ബാക്ക് ചെയ്തു കഴിഞ്ഞു. ഇപ്പം ലോകം മുഴുവൻ ഓടി നടന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ച പിടിയാലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഞ്ചെണ്ണമാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോണം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവരോടും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കാനുണ്ട്. പാട്ടും കേൾക്കണം. എല്ലാവരും പാട്ടൊക്കെ പ്രിപ്പയർഡ് ആയിട്ടില്ലേ വന്നിരിക്കുന്നത്? ഈ കാണുന്ന ജനങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ പാട്ടിനനുസരിച്ച് തുള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നും പൊലിപ്പിച്ചെടുക്കണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് ടു സീറ്റ് പോവാം. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. പക്ഷേ അരവിന്ദ് മാത്രം ഇവിടെ നിൽക്കണം. നമ്മുടെ സീസൺ 9 ടൈറ്റിൽ വിന്നർ അരവിന്ദിനോട് ആദ്യം തന്നെ ഒരു കൊച്ചു വർത്താനം ചോദിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും നിങ്ങളെ വീണ്ടും തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ആരും നിൽക്കല്ലേ? യെസ്, താങ്ക് യു സർ. താങ്ക് യു. ഇനി കുറച്ച് പാട്ടുകളും അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആട്ടാ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഇടുകയാണ്. സാക്ഷിയായ ഭാവുകങ്ങളേകുന്ന ശാപമേഘങ്ങളും നീ പെയ്യുമോ എന്നിവളെ, നീ മൂടുമോ വെൺപണിമതിമണിനെ മലരുടി അഴകിന് നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുക ഒരു മഴവില്ലിൻ നീളം. വെൽക്കം ടു തൃശ്ശൂർ. ഹലോ താങ്ക് യു. യെസ്, ശ്രീരാഗ്, എന്താണ് വിശേഷം? എങ്ങനെയുണ്ട് ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് അല്ല സ്റ്റാർ സിംഗർ? സ്റ്റാർ സിംഗർ നല്ല മാറ്റമാണ്. അല്ല, സ്റ്റാർ സിംഗറിലൂടെയാണ് എല്ലാം ഒരുപാട് പരിപാടികൾ ചെയ്തത്, പിന്നെ സിനിമയിൽ കാണാൻ പറ്റിയതൊക്കെ സ്റ്റാർ സിംഗറിലൂടെയാണ്. സ്റ്റാർ സിംഗറിലൂടെ ലൈഫിലുണ്ടായ മാറ്റം ശ്രീരാഗിനെ ഫീൽ മൊത്തത്തിൽ മാറി. ഇവിടെ ഒന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിന് മുന്നേ ഇവിടെ ബാക്കിൽ ആ പാലല്ലേ, ആ പാലം വഴി ഞാൻ 2 പെട്ടിയൊക്കെ പിടിച്ച് ട്രെയിൻ കയറിയിട്ടാണ് എറണാകുളത്ത് വരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വണ്ടി പോന്ന് വീട്ടിൽ നിന്ന് വന്ന പൈസയിലല്ല. ഞാൻ സ്റ്റാർ സിംഗറിന് ശേഷം 2 സൈഡുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന രീതിയിൽ പറയാനൊരു സൈഡുണ്ട്, ഇവിടെ പ്രസക്തം കുറച്ചുകൂടി ഈ സൈഡാന്ന് തോന്നുന്നു. ഇപ്പോൾ പരിപാടിയൊക്കെ ചെയ്ത് ഞാനങ്ങനെ അനുശ്രീ ഫാൻസ് ഇല്ല ഇവിടെ? അപ്പൊ നമുക്ക് ശ്രീരാഗിന്റെ കൂടെ അനുശ്രീയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാം. അനുശ്രീ
പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അനുശ്രീ എവിടെ? യെസ്, വെൽക്കം. സുഖാണോ അനുശ്രീ? അയ്യോ എന്ത് പാവം അല്ലേ. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകും. ലൈഫ് എങ്ങനെ പോകുന്നു? കളറാണോ? അതെ അതെ, നന്നായിട്ട് പോകുന്നു. സ്റ്റാർ സിംഗറിന് ശേഷം കുറേ ഷോസ് ഒക്കെ വന്നു. ഓക്കെ. പിന്നെ പണ്ടത്തേനേക്കാളും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഭയങ്കര അവരുടെ സന്തോഷം. സ്നേഹമൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഡുവറ്റ് അല്ല പാടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജനങ്ങളെ ഇളക്കി മറിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ചിരിച്ചിരമ്പുരം ചമയങ്ങളഴിഞ്ഞു ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ഒരിക്കലും കാണിച്ചവർ കാണിക്കില്ല, കാരണം ഞാൻ ഈ സീസണിലെ ഫസ്റ്റ് എന്നെ പണിതെന്ന ആളാണ്. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. എനിക്ക് അത് തന്നെ വെള്ളമാണ് വേണ്ടത്. അതെ, So, anyway, ഒരു ബോട്ടിൽ വെള്ളം. താങ്ക് യു സോ മച്ച്. അത് ഞാനാണ് അങ്ങോട്ട് പറയണത്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ തരാട്ടോ വെള്ളം. വെള്ളം തന്നിട്ട് നിങ്ങൾ ഇവിടെ 2 മിനിറ്റ് നിന്നിട്ട് പോയാൽ മതി, കാരണം കുറച്ച് അധികം കാര്യങ്ങൾ ചോദിക്കാൻ കിട്ടിയില്ല ആ കണ്ണിച്ചോടെ. ഇവിടെ തീരെ പ്രതീക്ഷിക്കരുതെന്ന്. യെസ്, വെള്ളം. ഓക്കെ, ഞാനേ എന്നെ വിളിച്ച് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഹാപ്പിയാവോ? പാവോ, അത് ഭയങ്കര ടയർഡായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിഗ് ബോസ് എല്ലാം വെള്ളം കുടിച്ചോ? കിട്ടിയോ? നെവിന് കിട്ടിയോ? നീ കണ്ണിച്ചറിയില്ലെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം ഇതേ സമയം നെവിൻ എവിടെയായിരുന്നു? നമ്മുടെ ഫാഷൻ എന്തായിരുന്നു? കഴിഞ്ഞ വർഷം ആരായിരുന്നു നെവിൻ? കഴിഞ്ഞ വർഷം ഞാൻ ആരുമായിരുന്നില്ല. അല്ലായിരുന്നോ? അപ്പൊ ഇത്തവണ ആരാണ്? ഇത്തവണ ഓൾമോസ്റ്റ് കേരളത്തിലെ കുട്ടികൾക്ക് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. ആ ഓൾമോസ്റ്റ് ഒന്നല്ല കേട്ടോ, എല്ലാവർക്കും നെവിൻ അറിയാം. ആ എളിമ കാണണ്ട. എന്തായാലും ശരി, എന്തൊക്കെ ലൈഫിലെ മാറ്റങ്ങളാണ് ആഫ്റ്റർ ബിഗ് ബോസ്? നമ്മളെന്താടി ഇങ്ങനെ പിന്നെ അടിപൊളി. റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഭവൻ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കിലാണ്, പ്രോഗ്രാംസ് ടു പ്രോഗ്രാംസ് ഇങ്ങനെ ചെക്കേറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. സരസിജനയനം വന്ദേ ചിന്മയൂരം
സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരം ദ്രുതഗാനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരം മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുല ഹരിത മനമഹോത്സവം തിരുവടി തൊടുതിരു ശ്രുതി ചേരണം മതി മമ സഖിമയിൽ പ്രണയിവ सारी दंगे लग गए दो तलवारी अखियों के मखना है जान कटे के जिगर कटे अब इन दो धारी अखियों से मखना കുറേ പരിപാടികളും അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ വരാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുക കേട്ടോ. എനിക്കെല്ലാം ഫുൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഫുൾ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും പാട്ടിൻ്റെ. ഇനി ഈ വീഡിയോ ഒക്കെ കോപ്പിറൈറ്റ് അടിച്ച് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, പാട്ടൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.